ഹലോ, എന്തോന്നാ? റിസൾട്ട് പറയാൻ ഒക്കത്തില്ലെന്നോ? എന്റെ SMS വെറുതെ ആയോന്ന് അറിയണമല്ലോ. നിങ്ങളുടെ പേരും വയസ്സും ഫോൺ നമ്പറും തരൂ, ശ്രമിക്കാം. പേര് ഗ്രേസ്യ, വയസ്സ് 47 അല്ല 8. നിങ്ങളുടെ മോൾ പോളത്തിന് വയസ്സ് 38 ആണെന്നും ഒരുപാട് വർഷമായി അമേരിക്കനാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്കെങ്ങനാ 48? എടാ കൊച്ചനെ, ഇത് എന്നാ കളിയാ? നീ എനിക്കെന്താ പെണ്ണാലോചിക്കുമായിരുന്നോ? അല്ലേ, നല്ല പാട്. ചേട്ടനെ എങ്ങോട്ടാ? ഞായറാഴ്ച നേരം പുലർന്ന സത്യക്രിസ്ത്യാനികൾ ഉടുത്തൊരുങ്ങി എങ്ങോട്ടാടാ പോണേ? ഇപ്പൊ കുർബാനയൊക്കെ കഴിയാറായി കാണും, അതാ ചോദിച്ചേ. ഈശോയ്ക്ക് അറിയാം മക്കൾ അമേരിക്കയിലുള്ള തള്ളമാരുടെ പാട്. നമുക്ക് ഞായറാഴ്ച പുലരുമ്പോ എന്റെ പിള്ളേർക്കവിടെ ശനിയാഴ്ച വൈകുന്നേരം വേവിച്ചനും മോളമ്മയും പോളത്തിനും എല്ലാരും കൂടി കയ്പില് വരും. നീ ഏതാടാ കൊച്ചനെ? ചുമ്മാ അതല്ല, എത്ര അഹങ്കാരം. ആ വല്യമ്മച്ചിയുടെ തലക്കന മുഴുവനുണ്ട്. എന്നെ അവൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ആ പിന്നെ എടാ വാപ്പി, ഇന്ന് വൈകിട്ടേ എല്ലാം കൂടി ഒരു അവിയൽ വരുമ്പോൾ റിയാലിറ്റി ഷോ മറ്റേ തട്ടിക്കുട്ടി ടിവിയില് കാണാൻ മറക്കല് കേട്ടോ. SMS വായിക്കണം. മാത്രമല്ല ഇന്നേ ഇലിമിനേഷൻ റൗണ്ടാ, ഇലിമിനേഷൻ റൗണ്ട്. നിൽക്കണവിടെ ഒരു ഇംഗ്ലീഷുകാരൻ വന്നിരിക്കുന്നു. 12 പ്രാവശ്യം അമേരിക്കക്ക് പോയോളാ ത്രേസ്യ. വായടക്കട പാപ്പി, ഈ എന്നെയാ കിളുന്ന് പയ്യൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വരുന്നേ. കൊള്ളാം 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 ചേട്ടത്തി. ഞാൻ ആലോചിക്കുക, ഈ കണ്ട ജനത്തിനൊക്കെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാമെങ്കിൽ എല്ലാം തികഞ്ഞ് ചേട്ടത്തിക്ക് എന്തുകൊണ്ട് പങ്കെടുത്തുകൂടാ? ഉള്ളതാങ്ങോടാ പാപ്പി, എന്നെയൊക്കെ എടുക്കുവോ? കാര്യം എനിക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ല. പിന്നല്ലാണ്ട് ഇതിനൊക്കെ പോകാൻ നല്ല തൊലിക്കെട്ടി മാത്രം പോരെ ചേട്ടത്തി. അതിന് പിന്നെ ത്രേസ്യാമ്മ ചേട്ടത്തി കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ ആരും. എടാ പാപ്പി, എന്നാ പിന്നെ നമുക്കൊന്ന് ശ്രമിച്ചാലോടാ. അക്കാര്യം ഞാൻ ഏറ്റി ചേട്ടത്തി. ആ പിന്നെ ഒന്ന് നിന്നേ പാപ്പിയെ, റിയാലിറ്റി ഷോ കാണാൻ മറക്കല്ലേ. SMS വായിക്കണേടാ പാപ്പി. ഞാനും ധൃതിയില്ല, പോവാ. കടയിൽ കൊണ്ട് പാലും കൊടുത്ത് കുർബാനയും കഴിച്ചു വെച്ചിട്ട് വേണം റിയാലിറ്റി ഷോ കാണാൻ. ഒരു ലോട്ടറി എടുക്കാമോ? റിയാലിറ്റി ഷോ ഒന്നും സമ്മാനം ഉറപ്പാ. കേരള സംസ്ഥാന ഭാഗ്യക്കുടി 10 ലക്ഷം രൂപയും ഒരു ഭാഗ്യവിധാനം പ്രത്യേക